ധന്യ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് 1922 കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടുന്നത്. ഈ 2026 ഏതാണ്ട് സമാനമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തടക്കം നിലനിൽക്കുന്നു. ധന്യ, അതാണ് നമ്മൾ വികസനത്തിന്റെ കാര്യത്തിലും ബാക്കി എല്ലാ മുന്നേറ്റങ്ങളുടെ കാര്യത്തിലും നമ്പർ 1 ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ സാമൂഹ്യ പിന്നോക്കാവസ്ഥ, ഈ ജാതി വ്യവസ്ഥ മാത്രം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അതങ്ങനെ പെട്ടെന്ന് പറ്റുന്ന ഒന്നല്ല. അതൊരു നമ്മൾ പറയും അതൊരു മതിലല്ല, അതൊരു തടവറയാണ്, ഒരു ജനിതക മാനസിക തടവറയിലായി പോകുന്ന ഒരു അവസ്ഥയാണ്, ഒരു വിഭാഗം മനുഷ്യരായി പോകുന്ന അവസ്ഥയാണ് ഈ ജാതീയത എന്ന് പറയുന്നത്. നിതിൻ രാജിനെ സംബന്ധിച്ച് അമ്മ വീട്ടുജോലിക്ക് പോയിട്ടാണ് അവനെ വളർത്തുന്നത്. അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചു. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അവരുടെ പ്രതീക്ഷയാണ് നിതിൻ എന്ന് പറഞ്ഞാല്. കാരണം അവൻ 10ാം ക്ലാസ്സിൽ സ്കൂൾ ടോപ്പറാണ്, +2 സ്കൂളിലെ ടോപ്പാണ്. അപ്പോ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ഒരു ട്യൂഷനോ പോലും പോകാതെ ജസ്റ്റ് ഒരു നീറ്റ് എക്സാം എഴുതിയിട്ട് അവന് കിട്ടിയതാണ് ഈ PDS എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ അവന് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മകനായിരുന്നു. എനിക്കിന്ന് അവിടെ ആ നിതിന്റെ ശരീരം മുന്നിൽ വെച്ചിട്ട് അവന്റെ അമ്മ എണ്ണി പറഞ്ഞ് കരയുന്നുണ്ട്. എന്തിനാണ് നീ അമ്മയെ ഒരു നിമിഷം ഓർത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിനി എന്തിനാണ് ഈ ചോറ് വയ്ക്കുന്നത്, നിന്റെ പുറകെ ഞങ്ങൾ മരിക്കും, നീ ഇല്ലാതെ ഒരു നിമിഷം. അത് അങ്ങനെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കണ്ണോ കാലോ വളർന്നു നോക്കി, ഞാനായാലും ഷമ്മയായാലും നമ്മളെല്ലാവരും മക്കളെ വളർത്തുന്നില്ലേ? നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? നമ്മൾ എന്തിനീ ചൂടും വെയിലും നോക്കാതെ ഓടി നമ്മൾ ജോലി ചെയ്യുന്നത്? നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ? അതുപോലെ തന്നെ വീട്ടുജോലി ചെയ്ത് അവന്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസറിന്റെ ആരംഭം പോലെയായിരുന്നു നിതിൻ രാജിന്റെ അമ്മയ്ക്ക്. അപ്പൊ 1 മാസം അവര് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവര് സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് വന്നു. അപ്പൊ ഈ മകൻ അവരെ എന്താ പറയണ്ടേ, ഒരു പെൺകുട്ടിക്ക് പോലും ഇത്ര നന്നായിട്ട് അമ്മേനെ കെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ എന്റെ മകൻ എനിക്ക് സ്നേഹം തന്നു, എന്നെ അതുപോലെ നോക്കി എന്നാണ് അമ്മ പറയുന്നത്. പിന്നീട് അച്ഛനെ കുഴഞ്ഞു വീണു. അവർക്ക് ആർക്കും എണീച്ച് നിൽക്കാൻ പോലുള്ള ജീവനില്ല. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ജാതി കാണുന്ന മനുഷ്യർ ഈ കണ്ണീര് കാണുന്നില്ല, അമ്മമാരുടെ കണ്ണീര് കാണുന്നില്ല? കഴിഞ്ഞ ലാസ്റ്റ് ഒരു 7 വർഷത്തിനിടയിൽ തന്നെ ഞങ്ങളുടെ 27ഓളം കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത്. ഇവിടെ കൊല്ലം കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയില് മയ്യനാട് ഗവൺമെന്റ് ഹൈസ്കൂളില് ഞങ്ങളുടെ ഒരു പെങ്കൊച്ച് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അധ്യാപിക പരസ്യമായിട്ട് ആ റൂമിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ മുഖം എടുത്ത് ചുവരിൽ ഉരച്ചിട്ട് വൈകിട്ട് അവൾ അത്ര അപമാനിതയായി കരഞ്ഞ് വൈകുന്നേരം പോയി ആത്മഹത്യ ചെയ്തു. ഒരു FIR ഇട്ടിട്ടുണ്ട്. എന്ത് കാര്യം? അതിനകത്ത് എത്രയോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മരിക്കുന്ന അട്രോസിറ്റി ഇല്ല, നേരമര്യാദയ്ക്ക് ഒരു FIR ഇല്ല, കോടതിയിൽ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. അവർക്കറിയാം അധ്യാപകർക്കൊക്കെ കൃത്യമായിട്ടുള്ള സുരക്ഷിത കരങ്ങളിലാണ് അവര് സമ്പത്തുള്ളവരാണ്, അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്. അവർക്കറിയാം ഈ കൊലയൊക്കെ പോയ എത്രത്തോളം വരെ പോകും. ദളിതരെ കൊന്നിട്ടാൽ പോലും ആരും ചോദിക്കാത്ത നാട്ടിൽ എന്തിന് അട്ടപ്പാടിയിലും മധുവിന് പട്ടാപ്പകല് കൂട്ടക്കൊല നടത്തിയിട്ട് നേരാമണ്ണ ഒരു അട്രോസിറ്റി ഇട്ട് പോലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനും ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഞങ്ങളെ കൊന്നാൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഞങ്ങള് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ് എന്ന് വെച്ചാൽ സംഗീത ഒരു നമ്പ്യാർ ഫാമിലിയിലുള്ള ആളാണ്. അവർക്ക് ഏറ്റവും രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടികളായിട്ട് വളരെ അവരുടെ ബന്ധുക്കളാണെന്നാണ് അറിയപ്പെടുന്നത്. കണ്ണൂരെ പ്രശസ്ത രാഷ്ട്രീയക്കാര് അവരുടെ ബന്ധുക്കളാണ്. അതുകൊണ്ട് ഈ നിമിഷം പോലും ഞങ്ങൾക്കൊരു FIR ഇട്ട് കിട്ടിയത് ഞങ്ങളെ പുച്ഛിക്കുന്ന പോലെയാണ്.